പാട്ടെടുത്ത നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് തുള്ളിക്കളിക്കാണോ? അപ്പൊ നാളെ രാവിലെ നേരത്തെ അമ്പലത്തിൽ പോകേണ്ടതാണ്. പോയി കിടന്ന് ഇറങ്ങണത് പറഞ്ഞു പോട്ട്. മനോജെ, ഇനി ഇവിടെ പാട്ടും കൂത്തൊന്നും വേണ്ടാട്ടാ കേട്ടില്ല. സമയം കുറേ ആയി. ഇവിടെ ചെവിതലതാ മനുഷ്യന്. നീ ഇതെന്താണ്? ഞാൻ കട്ടൻ കൊടുക്കണ. എന്റെ ചന്ദ്രികെ, എല്ലാരും ചോറും കഴിച്ചു വയറും നിറഞ്ഞിരിക്കാണ്. ഇനിയിപ്പോ ആർക്കും കട്ടം കൊടുക്കണ്ട കേട്ടാ. പക്ഷെ എന്ത് ദൈവമേ, മനുഷ്യനൊരു സ്വസ്ഥയും സമാധാനവും തരില്ലല്ലോ. ഒരു കട്ടൻ പഞ്ചാര ഇട്ടതാണ് ഇതില്. പഞ്ചാര ഇച്ചിരി കൂടുതലാ. എനിക്ക് ഇച്ചിരി കൂടുതലാ ഇഷ്ടം. ഇവിടെ വല്ല ഷുഗറും പിടിച്ച് ചാവോട് താൻ. ഞാൻ ഒന്ന് പറഞ്ഞേ കടിച്ചു കൊന്നുകളയില്ല. ഇതാരവിടെ കിടന്നുറങ്ങുന്നത്? ജയനാണോ? ജയനാണോ? എണീക്കണ്ട കിടന്നോ 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 കിടന്നോ. ഇതിപ്പോ എന്തിനാ അറിയണത്? ഇതിപ്പോ എന്തിനാ അറിയണത്? രസത്തിന്. നിനക്ക് രസത്തിന് അരിഞ്ഞ് കളിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഈ പച്ചക്കറി മേടിച്ചു വെച്ചത്. അതിനല്ല, ഇത് രസത്തിന് ഇടാനായിട്ട് അരിയണം. അങ്ങനെ ഇതിപ്പോ ഒത്ത അരിഞ്ഞ് തീർക്കും. അതിന് ശേഷം തീരുമാനിക്കുള്ളൂ ഇത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമുള്ളൂ. അതൊക്കെ ഓക്കെ. ഇതൊക്കെ ഈ നീളത്തിൽ അരിയേണ്ട കാര്യമില്ല കേട്ടാ. പിന്നെ എല്ലാത്തിനും ഒരു നീളമുണ്ട്. വെണ്ടയ്ക്ക് ഈ നീളത്തിൽ അരിയണം, പാവയ്ക്ക് ഈ നീളത്തിൽ അരിയണം, മുരിങ്ങാക്കോല് ഈ നീളത്തിൽ അരിയണം. എന്തരിയുണ്ടെങ്കിലും ഈ നീളത്തിൽ അരിഞ്ഞാൽ മതി കേട്ടാ. അതെ, അരിയാൻ നോക്ക്. ആ വിരൽ ഇവിടെ വെച്ചിട്ട് പോകും. എന്തിനാണ്? അല്ലെങ്കിൽ എന്റെ അളവ് തെറ്റിപ്പോവും. ഒറ്റ വീക്കിനാ നിൽക്കേണ്ടല്ലോ. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഞാൻ എന്തോരം സ്ഥലത്ത് നോക്കിയെന്നറിയാവോ? നീ എന്നെ ഇവിടെ നോക്കിയില്ല, ഇവിടെ നോക്കണം. നിനക്ക് എന്താ വേണ്ടെന്തപ്പ? നിങ്ങളൊന്നു വന്ന് കിടന്ന് ഉറങ്ങും മനുഷ്യ. എന്തോരം രോഗമുള്ളാന്നറിയാം. പ്രഷറിന്, ഷുഗറിന്, കൊളസ്ട്രോളിന്, കിഡ്നി സ്റ്റോണിന് ഒക്കെ മരുന്ന് കഴിക്കണ മനുഷ്യനാ. അങ്ങനെയാണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ഇവിടെ തുടങ്ങാൻ പാടില്ല. പോയടാ നീ നാട്ടുകാർക്ക് മൊത്തം എന്റെ രോഗങ്ങൾ വിളിച്ചറിയിക്കാൻ വേണ്ടി ഒന്നാണ് നീ ഇപ്പൊ. എന്റെ മനുഷ്യ, നിങ്ങൾ ആഹാരം കഴിച്ച് മരുന്നും കഴിച്ച് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാൻ നോക്ക്. എവിടെയെങ്കിലും തലയിറങ്ങി വീണാലേ നാളെ പെണ്ണിനെ കൈ പിടിച്ചു കൊടുക്കാൻ തന്തയുടെ സ്ഥാനത്ത് പിന്നെ ആരാ ഉള്ളത്? ചേച്ചി, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. നീയാണ് എന്റെ കൊച്ചിന്റെ തന്ത. ഞാൻ ഒന്ന് പറഞ്ഞുള്ളൂ. എന്റെ കൈപ്പാങ്ങിന്ന് മാറിക്കോട്ടാ. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? നിങ്ങളൊന്നും വന്ന് കിടന്ന് ഉറങ്ങും മനുഷ്യ. എന്റെ മോളുടെ കല്യാണത്തല്ലെന്ന് ഞാൻ എങ്ങനെ ഉറങ്ങും? നിങ്ങളുടെ മോള്, നിങ്ങളുടെ മോള്, നിങ്ങളുടെ മാത്രം മോള്. ആരുടെ മോളാണ്? ആരുടെ മോളാണ്? ചേട്ടനല്ല തീരുമാനിക്കണം. അത് ഉത്തരം പറഞ്ഞ ചേച്ചിയാണ്. ആരുടെ മോളാണ് ചേച്ചി പറ. നീ ഇവിടെ പാചകത്തിന് വന്നാണോ DNA ടെസ്റ്റിന് വന്നാണോ? പറഞ്ഞങ്ങോട്ട് തീർക്ക്. എന്റെ സുലോചന, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടെന്താ? ആ ചെറുക്കന് കൊടുക്കാനുള്ള ആ റീത്തൊന്നും റെഡി ആയിട്ടില്ല കേട്ടാ. ആ പൂ വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ കൊടുക്കണ എന്തെങ്കിലും ആവട്ടെ. എന്തിനാണ് സാധനമാണ്? ആരെ വായി നോക്കി നിൽക്കണ്? പണി പണി ചെയ്തോണ്ടിരിക്കാണ്. അതെ, എനിക്കൊരു പെണ്ണിനെ വേണം. ഇവിടെ നിന്നൊരു പെണ്ണിനെ എങ്ങനെ പറഞ്ഞേക്കുന്ന ആലോചിച്ചിരിക്കണം ഞാൻ. അപ്പോഴാണ് നിനക്കൊരു പെണ്ണ്. അതെല്ലാം എനിക്ക് എടുക്കാനും പിടിക്കാനും ഒരു പെണ്ണ് വേണോന്നാ പറഞ്ഞത്. നമുക്കൊന്ന് കൈസഹായം വേണമല്ലോ, അതിന് വേണ്ടിട്ട് ഒരു പെണ്ണ്. കൈസഹായത്തിനാണ് ആ ചെമ്പരത്തി ചന്ദ്രികനെ ഇവിടെ നിർത്തിയേക്കുന്നത്. മനസ്സിലായ? എവിടെ ചെമ്പരത്തി ചന്ദ്രികനെ ഇവിടെ നിർത്തിയിട്ടുണ്ടാവുള്ളൂ. ഒന്ന് സഹായിച്ചോളൂ. ചന്ദ്രിക ആയാലും താമരയായാലും അവൾ കരക്കും എടുക്കാനുള്ള വെള്ളത്തിൽ എടുക്കാണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെയല്ല, എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ എന്നെ സഹായിക്കാനായിട്ട് എനിക്ക് വേണം. അന്നെങ്കിലും എനിക്ക് ഈ പാചകം നീങ്ങിപ്പോളൂ. അത് അവള് സഹായിച്ചോളും. അവളെ വിളിക്ക്. ചന്ദ്രിക കട്ടനാണ് വലിയച്ച. കട്ടനല്ല, പിന്നെ ഇയാളുടെ കൂടെ കൈസഹായത്തിന് എപ്പോഴും കൂടെ ഉണ്ടാവണം കേട്ടോ. ഇയാളുടെ കൂടെ എന്നെ കൊണ്ടൊന്നും പറ്റൂല. അതെന്താടി? ഞാനവിടെ പരിപ്പിളക്കിക്കൊണ്ടപ്പോ ഇയാൾ എന്റെ ബാക്കിൽ വന്നിട്ട് ടൈറ്റാനിക് കളിക്കണം. ടൈറ്റാനിക് കളിച്ചല്ല, അവിടെ പരിപ്പ് ഇങ്ങനെ കട്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കട്ടിയായതുകൊണ്ടൊന്ന് ലൂസാക്കി കൊടുത്തതാണ് ഞാൻ. അല്ല ടൈറ്റാനിക് കളിച്ചല്ല. ഒന്ന് സഹായത്തിന് നിന്നേക്കണേ. നീ ഇതെടുത്ത് മൊത്തം എടുത്ത് ഇങ്ങോട്ട് എടുത്തു. വാ, അപ്പുറത്തേക്ക് കൊണ്ടുപോകാം നമുക്ക്. ബാബാ, ഇങ്ങനെ 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 എനിക്കില്ല, അച്ഛനുണ്ട്. എന്ത് പെൻഷൻ? പെൻഷൻ നിനക്ക് ടെൻഷൻ ഉണ്ടാവും. എനിക്ക് എന്തിനാ ടെൻഷൻ? ഇല്ലാതില്ല, ചെറിയൊരു ടെൻഷൻ. അല്ല, കള്ളനായതുകൊണ്ട് ടെൻഷൻ ഉണ്ടാവുന്ന ഞാൻ ചോദിച്ചു. നിനക്ക് ടെൻഷൻ ഉണ്ടോ? എനിക്ക് എന്തിനാ ടെൻഷൻ? ഞാൻ ആദ്യമായിട്ടല്ല കള്ളത്തരങ്ങൾ ചെയ്യണത്. 50 പവന്റെ സ്വർണ്ണമാണ് പെണ്ണിന് കൊടുക്കണത്. അതെന്തായാലും അലമാരിലുണ്ടാവും. നീ നിന്റെ ഒറ്റ കേസിനാണ് ഞാൻ സാറിനെ പോക്കറ്റ് അടിയായിട്ട് പറഞ്ഞ എന്നെ പിടിച്ച് സ്വർണ്ണം കൊണ്ടുവന്ന്. നീ 50 പവൻ കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ? സംഭവം ശരിയാണ്, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തും കേട്ടെ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാന്യമായിട്ട് ആൾക്കാരെ പറ്റിച്ചുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ഞാൻ കഴിഞ്ഞു. നീ നിർത്തിക്കോ, 50 പവൻ കിട്ടും. അതെ, ആ കടയിൽ ചോദിച്ചപ്പോ ചെറുക്കന്റെ വീട് എവിടെയാന്നാ പറഞ്ഞത്? കോട്ടയത്ത്. വേറൊരു കേസുണ്ട്. ഇതിപ്പോ നമ്മൾ ഈ വീട്ടിൽ മോട്ടിക്കാമെന്നേ, ഈ വീട്ടിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആരാ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതൊക്കെ ഞാൻ പറഞ്ഞോളാം, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നിന്റെ ഒറ്റ ഇതിലാട്ടോ എനിക്ക് ദൈവം എന്റെ കൂടെയാണ്. ഉറപ്പാണോ? എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞോളാം. എനിക്കത് മതി മോനെ. ദൈവം എന്റെ കൂടെയാണെന്ന് പറഞ്ഞ വെറുതെ അല്ല. വേണ്ടോ വായിക്ക്. ആര്? ദൈവം. എവിടെ? ഇല്ലേ, ഡെസ്കിന്റെ പുറത്ത്. ഡെസ്കിന്റെ പുറത്ത് ദൈവോ? എവിടെയാണ്? എടാ, കല്യാണക്കുറി ഇരിക്കണ ഇങ്ങോട്ട് എടുത്താ. ഫുൾ അഡ്രസ് ഇപ്പൊ തന്നെ കിട്ടുകയല്ലേ? പിന്നെ കുഴപ്പമില്ല. വായിച്ചേ. ഇംഗ്ലീഷാ? വെൽക്കം. അത് സ്വാഗതം എന്നല്ലേ, വീട്ടുപേരും ആളുടെ പേരും അഡ്രസ്സും വായിരി. മടോദരം പിള്ള. എവിടെ? മനോഹരം പിള്ള ആണോ? ഈ പുള്ളിക്കാരന്റെ ആണിനെ കല്യാണം കഴിച്ചേക്കുന്നത്.
ദേ രാധാരവി. ഓ രമാദേവി. ആ പെങ്കൊച്ചിന്റെ പേര് സിമ്പിളാ, സൗമ്യ. ആ സൗമ്യ, അത് കുഴപ്പമില്ല. ദേ കരുണൻ. കാരണനല്ല കിരൺ. ആ കിരൺ, ഇത് കുഴപ്പമില്ല. പേരും അഡ്രസ്സും കിട്ടിയാ. ആ. ഇനി ആരെങ്കിലും വന്ന് ഈ അഡ്രസ് നമുക്ക് വെച്ച് കീച്ചാൻ പാടില്ല, കല്യാണം വിളിച്ചാൽ നീ ഏറ്റോണാട്ടെ, എനിക്കൊരു ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം, നീ പേടിക്കണ്ട. ഇതെന്താണ് വന്ന കാര്യം തന്നെ നിക്കണ? വന്ന കാര്യം തന്നെ നിക്കണം രണ്ടുപേരും കൂടെ. അല്ല നമ്മള് അങ്ങനെ കുഴപ്പമില്ല, തമാശ പോയോണ്ടേ. കുഴപ്പമില്ല. ഒരുപാട് പേരെ കല്യാണം വിളിച്ചായിരുന്നു. ഒരുപാട് പേര് വരുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. വിളിക്കാത്തവരും വന്നിട്ട് കഴിച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അപ്പോ ആരാണെന്ന് മനസ്സിലായിട്ടില്ല, അതാണ് ചോദിച്ചത്. ഞങ്ങളെ പോടാ, ഇത് മനസ്സിലാകാത്ത ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ വന്ന് പറഞ്ഞല്ലോ, ഒരുപാട് പേരെ വിളിച്ചു. അങ്ങനെ പിന്നെ കല്യാണത്തിനൊന്നും മനസ്സിലായില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ല, എനിക്ക് അറിയാം ഏതോ ഒരു അകന്ന ബന്ധത്തിലുള്ള ആൾക്കാർ. അകന്ന ബന്ധവാ? സൂക്ഷിച്ചു എന്റെ മുഖത്തോടെ സൂക്ഷിച്ചു നോക്കിയേ. ആലപ്പുഴയിലുള്ള രാധാകൃഷ്ണന്റെ മൂത്ത മോളുടെ അല്ല അല്ലേ? ചന്ദ്രാപ്പന്നിയിലെ രാജുവിന്റെ പൊളിഞ്ഞ അതുമല്ല. പറയടാ. പിന്നെ പറയട്ടെ, പറയട്ടാ, പറഞ്ഞുകൊട്. ഇവന്റെ ഫ്രണ്ടാണ് മാഷേ. എന്റെ ഫ്രണ്ടാ. നിന്റെ താടി എന്തിയാടാ? ചെന്നൈയിലാ, ബിസിനസ്സുമായിട്ട് ചെന്നൈയിൽ. എന്ത് ഡാഡി? ദാടിയല്ല, താടി എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചാ. താടി കളഞ്ഞു. കൊച്ചിലെ കണ്ടാണ് ഞാൻ. ആ കൊച്ചിയിലുള്ള പാപ്പച്ചന്റെ മൂത്ത മോളുടെ അല്ല അല്ലേ? പാണാവള്ളിയിലുള്ള സുരേഷിന്റെ. പോന്ന്. പിന്നെ ആരാ നീ? ഞാൻ ഇവന്റെ ഫ്രണ്ടാ. നീ ഇവന്റെ ഫ്രണ്ട്? നീ ഇവന്റെ ഫ്രണ്ട്? അതെ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ആരാ? ചേട്ടൻ. ഞങ്ങളുടെ ഫ്രണ്ട് ചേട്ടനല്ലേ? നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നല്ലോ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണ് ഈ വീട്ടിലുള്ളത്? എന്റെ പൊന്നെ, എന്റെ മനോരമുള്ള ചേട്ടൻ ഒന്ന് ചുമ്മാ ഇരി. മനോരം പിള്ള ചേട്ടാ മിണ്ടായി പോയതാ. വിളിച്ചപ്പോ ചെട്ടിപ്പോയി. ആരാ മനോഹരൻ പിള്ള? ആരൻ? ഞാൻ കൃഷ്ണൻ നായർ. ജയനാ? കൃഷ്ണൻ നായർ? ജയനല്ല, പിന്നെ ചന്ദ്രോത്തുമല കൃഷ്ണൻ നായരാണ് ഞാൻ. കൃഷ്ണൻ നായർ എന്നുള്ള പേര് ഇനിയിപ്പോ കൃഷ്ണൻ നായർ പേര് മാറ്റി പറഞ്ഞ എനിക്ക് രമാദേവി എന്നുള്ള ഭാര്യയുടെ പേര് രാധ എന്ന് പറയും. രമാദേവി അല്ല, സുലോചന. സൗമ്യ മകള് ശ്രുതി. പിന്നെ ഇതിനകത്ത് തെറ്റിച്ചടിച്ചു വെച്ചേണ്ട കാര്യം കല്യാണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ആദ്യമായിട്ട് കാണുന്നേ. ഇതൊരാഴ്ച മുമ്പുണ്ടല്ലോ, ഒരാൾ വന്നാൽ കല്യാണം വിളിച്ച് പോയതിന്റെ കത്താണിത്. ദൈവം നമ്മുടെ കൂടെ കേട്ടോ. അതെ, ഇനി ആര് സത്യം പറയട്ടെ, ഞങ്ങള് ശരിക്കും ഇവിടുന്ന് കെട്ടാൻ പോണ പെണ്ണിന്റെ ചെറുക്കനുണ്ട് കിരൺ. കിരണ? കോട്ടയത്തെ കിരൺ. കോട്ടയത്താണ്, പക്ഷെ എന്റെ മരുമോനാവാൻ വേണ്ടി പോണ ആളുടെ പേര് കിരൺ എന്നല്ല, പിന്നെ വിനോദ്. അയ്യോ, ഈ വിനോദിനെ ഞങ്ങൾ വിളിക്കുന്നത് കിരൺ. കീരി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കീരിക്കുട്ടാന്ന് വിളിച്ച അവന്റെ ടെമ്പറേറ്റ് അത്ര ക്ലോസ് ആണ്. ഞങ്ങൾ അവൻ കല്യാണം വിളിച്ച്. അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ നിന്റെ കല്യാണത്തിന് ഞങ്ങൾ വരികയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓടി വിളിച്ചു, നിങ്ങൾ വന്നാളിയന്മാരെന്ന് പറഞ്ഞു. ഞങ്ങൾ വരികയിലെന്ന് പറഞ്ഞേക്കണം. അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് കല്യാണത്തിലെന്ന് ഞങ്ങൾ പെണ്ണിന്റെ വീട്ടിൽ വന്നേക്കണം. നാളെ എവിടെ കെട്ടി നടക്കണം? അമ്പലത്തിൽ വെച്ചിട്ട്. അമ്പലത്തിൽ വന്ന് വിനോദ് കെട്ടാനായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങളെ കണ്ട് ഞെട്ടും. അതാണ് ഞങ്ങൾ കൊടുക്കാൻ പോണ സർപ്രൈസ്. അവൻ താരി കെട്ടാട്ടിരിക്കുമ്പോ ഞങ്ങൾ ചാടി ഫ്രണ്ടിലിട. അത് നല്ല സർപ്രൈസ്. അത് ചങ്ക് ഫ്രണ്ട്സാ ഞങ്ങള്. അതൊക്കെ നല്ല സർപ്രൈസ് ആട്ടോ. കൊള്ളാം, ഈ സർപ്രൈസ് കൊള്ളാം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ കാണിക്കണ്ടില്ലേ? കല്യാണം ചെക്കനും പെണ്ണിനും കൂടി റോട്ടിൽ കൂടെ നടത്തിക്കുന്നു, പെയിന്റ് വാരി ഒഴിക്കുന്നു, ചൊറിയണ പൊടി എറിയുന്നു. എന്തിന് കല്യാണ ചെക്കനും പെണ്ണിനും വരെ ട്രോളി വരെ കയറ്റി വെച്ചോണ്ടിരിക്കുന്നു. കല്യാണം കഴിക്കാൻ പറ്റാത്ത പിള്ളേർ ചെയ്യണം. അതാണ്. പക്ഷെ ഇത് ഞങ്ങൾ കല്യാണ ചെറുക്കനും പെണ്ണെ മാത്രമല്ല, മൊത്തം അടങ്കല് കൊണ്ടുപോവാ. അടങ്കല് ലോറിയെ കയറ്റി കൊണ്ടുപോകാനുള്ള പരിപാടി. പക്ഷെ നിങ്ങളുടെ ഈ ഒരു സർപ്രൈസ് കൊള്ളാം. അതെന്തായാലും നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവനെ ഞെട്ടിക്കണം. അത് കാര്യം ഞാൻ വിളിച്ച് ജസ്റ്റ് ഒന്ന് കിരണോട് പറയട്ടെ. വേണ്ട, സർപ്രൈസ് പുളിയൂലി. വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഇനി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം. പാടില്ല. എന്റെ വീട്ടിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പാടില്ല. അത് അവൻ അറിഞ്ഞ എനിക്ക് നടക്കിയതാണ്. അല്ല, ഞങ്ങൾ യാത്രയായിട്ട് ഒന്ന് വിശ്രമിക്കാനായിട്ട്. വിശ്രമിച്ചോ, പക്ഷെ റെസ്റ്റ് എടുക്കാൻ ഞാൻ സമ്മതിക്കല്ല. റെസ്റ്റ് എടുക്കാൻ ഞാൻ സമ്മതിക്കല്ല മക്കളെ. എന്റെ അത് എനിക്ക് നാണക്കേടുള്ള കേസ്. അത് അല്ല, വേണ്ട, വിശ്രമിക്കാമല്ലോ. വിശ്രമിച്ചോ, അത് കുഴപ്പമില്ല. റെസ്റ്റ് എടുക്കരുത് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളിവിടെ കൂട്ടുകാരാണല്ലോ ചെറുക്കന്റെ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കൈസഹായങ്ങൾ വേണമെങ്കിൽ ഞങ്ങളോട് പറയണം. നമ്മൾ മോഷ്ടിക്കാൻ ചേട്ടാ പൊട്ടാ കൈസഹായത്തിന് വിളിക്കുമ്പോ അകത്ത് ഞാൻ കയറും. ആ വഴി തുറന്നു പഠിച്ചോണ്ട് ആണല്ലോ. അല്ല, അത് മോശം. അത് മോശം. കാരണം എന്റെ മരുമോൻ ഇവിടെ വന്നു കഴിയുമ്പോ നിങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പണികളൊക്കെ എടുപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു നാണക്കേടാണ്. അല്ല, കുഴപ്പമില്ല. കുഴപ്പമുണ്ട്, എനിക്ക് കുഴപ്പമുണ്ട്. അതുകൊണ്ട് പണി എടുക്കരുത്. ഞങ്ങൾ വിശ്രമിക്കാം. നിങ്ങൾ വിശ്രമിച്ചാൽ മതി, ഒരു പണി എടുക്കണ്ട കേട്ടാ. വിശ്രമിക്കാം. ഞങ്ങൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കല്ല. ചായ കുടിച്ചാണോ നിങ്ങൾ? അതെ,
ആ ഉള്ളിയും ബാക്കി പച്ചക്കറി സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണം? എന്ത്? ആ ഉള്ളിയും പച്ചക്കറി സാധനം എനിക്ക് അവിടെ കിട്ടണമെന്ന്. എടോ ചാക്ക പറമ്പി കിടപ്പുണ്ട്. പറമ്പിക്കണോണ്ട് കാര്യമുണ്ട്. ഇത് അവിടെ കിട്ടിയെങ്കിൽ എനിക്ക് റെഡിയാക്കാൻ പറ്റും. ഞാൻ ഒരാളെ ഓടുന്നത്. അത് എടുത്തോണ്ടെന്നാ പോരാ, എടുക്കാൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോരല്ലോ. അത് പാകിസ്ഥാനൊന്നല്ല കിടക്കണത്. അത് ആരെങ്കിലും കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി അത് റെഡിയാക്കി തരണ ഞാൻ. അല്ല പിന്നെ ഇത് ഒരു കാര്യം തീരിയല്ലോ ഓർക്കണത്. പാചകക്കാരൻ ഭയങ്കര ചൂടിലാണല്ലോ. അതെ. എന്താ സംഭവം അറിയാവോ? എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒറ്റ മോളുള്ളത്. ഞങ്ങളോടൊപ്പമല്ല. അല്ല, അത് പിന്നെ ഈ അയൽപ്പക്കാരായിട്ട് ഞങ്ങൾ വലിയ സഹകരണത്തിലൊന്നല്ല. അത് നന്നായി, അതുകൊണ്ട് ആളും പേരൊന്നും ഇല്ല. അറിയാലോ, ഇപ്പൊ ആൺകൊച്ചുകളില്ലാത്തൊരു സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് ദൈവമായിട്ട് എന്റെ മുമ്പിലേക്ക് 2 ആൺകൊച്ചുകൾ കൊടുത്തിരിക്കുക. അപ്പൊ പിന്നെ ഒരു മോളുകളെന്ന് പറഞ്ഞു. നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾ 2 ആൺകൊച്ചുങ്ങൾ എനിക്ക് കിട്ടിയപ്പോ 2 ചാക്ക് സവാള എടുക്കാവോ? 2 ചാക്ക് അവിടെ കിടപ്പുണ്ടോ, ഒന്ന് എടുത്തോണ്ടിരാ. അവിടെ ചാക്ക എവിടുന്ന്? അവിടെ പറമ്പി കിടപ്പുണ്ടോ, ഒന്ന് എടുത്തു. 2 കാണിൽ 1 കാണും. നീ ചെല്ലറ, നീ പോയിട്ട് എടുക്ക്. അച്ഛന് തെറ്റിയ ഒറ്റ ചക്ക നീ പോയിട്ട്. നീ പോയിട്ട് ഇതെന്താണ് ഈ പിള്ളേര് കളിപ്പാട്ടത്തിന് അല്ല, വളക്കടിക്കണം? അവൻ എടുത്തോളൂ, കുഴപ്പമില്ല. 2 ചാക്കുണ്ട്. ആണോ? ആ, ഉറപ്പാണോ? പിന്നെ ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുവരാം. ആണല്ലേ? ചെല്ല്. വാ. നീ വന്നേ. ചെല്ല്. ഇവൻ നമ്മുടെ കൂട്ടാ കേട്ടോ. എടുത്തോണ്ട് വന്നവഴി നമുക്ക് അടിച്ചു മാറ്റാം. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. നീ ഇങ്ങനെ കിടന്ന് വേളം വെക്കില്ലട്ടാ. നമ്മുടെ വീട്ടിലൊരു സർപ്രൈസ് വന്നിട്ടുണ്ട്. എന്താണ് സർക്കസാ? സർക്കസ് അല്ല, സർപ്രൈസ് വന്നിട്ടുണ്ട്. എന്ത്? അതായത് നമ്മുടെ മരുമോനില്ലേ വിനോദ്, വിനോദിന്റെ 2 കൂട്ടുകാരന്മാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ. അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് അവരെന്തേ? പച്ചക്കറിയാണ് എവിടെ ഇത് ഇടേണ്ടത്? ഞങ്ങൾ പിന്നെ അമ്മയാണോ? മരുമോന്റെ കൂട്ടുകാരൻ. എന്താണ് പേര്? പിന്നെ ഇട്ടുപ്പും കോരയാ? അല്ല, ഇട്ടിട്ട് പറഞ്ഞാ പോരെ. മതി മതി, ഇറക്കി. നിങ്ങൾ ഇത് എന്ത് പരിപാടിയാ കാണിച്ച്? ഈ പിള്ളേരെ കൊണ്ടാണ് ഇതൊക്കെ എടുപ്പിക്കുന്നത്. അത് സാരമില്ലമ്മ, ഞങ്ങള് മരുമോന്റെ തിക് ഫ്രണ്ട്സ്. കുഴപ്പമില്ലമ്മ. അപ്പുറത്ത് 5-6 അരകല്ല് കിടക്കുന്നു. അതൊന്ന് പിടിപ്പിച്ചിട്ടിരുന്നെങ്കിൽ ആ പെണ്ണുങ്ങൾക്ക് നിന്ന് അരച്ചുകൂടായിരുന്ന മനുഷ്യ. അത് അരകല്ല് മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. 10-12 ചാക്ക് സിമന്റ് ചാക്ക് അവിടെ കിടപ്പില്ലേ? സിമന്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് അലർജിയാ. സിമന്റ് എടുക്കണ്ട, ഒരു 12 സിമന്റിന്റെ ചാക്ക് കിടപ്പുണ്ട്. ആ ചാക്കിനകത്ത് മണ്ണ് നിറക്കണം. കോളേജ് മണ്ണ് വരാൻ പറ്റത്തില്ല. നഖത്തിനിടെ മണ്ണ് കയറിയാൽ എനിക്ക് ചൊറി. അതെ, തൂമ്പ വെച്ച് കോരാൻ പറ്റുമോ? മോൻ കോര മോൻ ഇട്ടാ മതി കേട്ടോ. ആ 12 ചാക്കിനകത്ത് ഒരു 3 ചാക്കിനെ കയറ്റി വെച്ചിട്ട് അതിന്റെ മുഖത്ത് അരകല്ല് വെക്കാം. അതാകുമ്പോ പെണ്ണുങ്ങൾക്ക് അരയ്ക്കാൻ സുഖമാണ്. അങ്ങനെയാണെങ്കിൽ അരകല്ല് ഒക്കെ എന്റെ തലയിലേക്ക് വെച്ചാൽ അവിടെ നിന്നൊരു പെണ്ണിന് ഇങ്ങനെ ഇറക്കാൻ പാടില്ല. ഇരിക്കുവാ. എന്റെ അമ്മ അരകല്ലൊന്നും എടുത്തിട്ടതാ. അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് വേണ്ടത് അരകല്ല് എടുത്തിട്ടോ, അല്ലെങ്കിൽ പാചകത്തിന് അരപ്പ് കൊടുക്കണമെന്ന് വാ. എപ്പോഴും പറയും ദൈവം നമ്മുടെ കൂടെ. അത് വേറെ ആരും ഇല്ല ഇവിടെ. വരുന്നു. ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ? പച്ചക്കറി തികയില്ല. പച്ചക്കറി ഞാൻ പറയും. അതിൽ ഞാൻ പറയട്ടെ, എന്ത്? പച്ചക്കറി തികയില്ല. നീ ഉച്ചക്ക് ആവശ്യമില്ലാത്ത ആൾക്കാർ വന്ന് ഉള്ള സാധനം മൊത്തം അടിച്ചു കയറ്റി. സാധനം തികയില്ല. ഇനിയിപ്പോ തനിക്ക് എന്താ വേണ്ട? എന്താണ്? എനിക്ക് പച്ചക്കറി വേണം. ക്യാരറ്റും ഈ ബീട്രൂട്ടൊക്കെ എവിടെ ഇരിക്കണത്? ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇത് അവിടെ ആ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ എടുത്തരാം. ഏത്? ആ റൂമിൽ. ആ റൂമിലല്ലോ. പിന്നെ ഇപ്പുറത്താണ് ഇരിക്കണം. ഞാൻ അവിടെ ചോദിച്ചാൽ പറയണത്. അതിപ്പോ തനിക്ക് എടുക്കാൻ ആളെ കിട്ടിയാൽ എനിക്ക് എടുക്കാൻ ഒരാളെ കിട്ടണം. ഒരു ചന്ദ്രിയ കട്ടനാണോ വലിയച്ചാ? ഒറ്റടി ഞാൻ വിളിക്കും. കട്ടൻ ഇതൊന്നേ. ഇത് അവിടെ ക്യാബേജും ക്യാരറ്റൊക്കെ ഇരിപ്പുണ്ടോ? ഒന്ന് പോയി എടുത്തു കൂടെ. ഒന്ന് പോയി എവിടെ ഇരിക്കണം? എന്ത് കഷ്ടം ഓർക്കണം. ഇത് കല്യാണത്തിന്റെ ചെലവിനൊക്കെ കൂടുതലാണല്ലോ ഇവളുടെ കട്ടന്റെ ചെലവ്. ഇതിപ്പോ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഏത് കണക്കിൽ ഉൾപ്പെടുന്നു? എന്താ ഒരു വേണം കേട്ടോ? എന്താണ്? അയാൾക്കൊണ്ടൊന്നും ഞാൻ കൊടുത്തതാണ്. നിന്നെ ഞാൻ ക്യാരറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടല്ലേ? ആ ക്യാരറ്റ് എടുക്കാൻ പോയ അയാളുടെ ക്യാരക്ടർ ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് കൊടുത്ത്. എവിടെയാണ്? ഇങ്ങൊന്ന് എന്ത് തോന്നിയ സാർ കാണിച്ചു പോട്ടെ? എന്ത് തോന്നിയ സാർ കാണിച്ചു? എഗ്രിമെന്റ് തെറ്റിച്ച്. എന്ത് എഗ്രിമെന്റ്? എഗ്രിമെന്റ് പ്രകാരം ഒരു പെണ്ണ് എടുക്കാനും പിടിക്കാനും ഒരു പെണ്ണ് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ പെണ്ണ് അവിടെ ക്യാരറ്റ് അടിക്കായിരുന്നു. അപ്പൊ ഞാൻ പുറകെ കുടിച്ചൊന്ന് എടുത്ത് അവളെ ടൈമിങ് തെറ്റിച്ച് എന്റെ കഴുത്ത് നിൽക്കി എന്റെ അണപ്പല്ലി കണ്ട പള്ളിമണി ആടണ പോലെ. എന്തേ ഈ കല്യാണം കഴിയണവര് എനിക്ക് ടെൻഷനാണ്. ഓ, എനിക്ക് അതിലും വലിയ ടെൻഷനാണ്. തനിക്ക് എന്തിനാ ടെൻഷൻ? ഈ പാചകം എന്താവണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ടെൻഷൻ. അത് പിന്നെ എവിടെ ഇടേണ്ടത്? ഇത് അവിടെ കൊണ്ടുവന്നാ ഞാൻ പാചകം ചെയ്യേണ്ട. ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? അത് അവിടെ കൊണ്ടു ഇട്ടാ പോരെ? കൊണ്ടിടാം. അവിടെ കൊണ്ടുവന്നാണ്. ഒന്ന് പിടിച്ചവാ. ഒന്ന് പിടിച്ചെന്നെ ഇപ്പൊ കിട്ടിയത്. ഇത് ആരെങ്കിലും കൊണ്ട് അവിടെ കൊണ്ടുവന്ന് വെക്ക്. എനിക്ക് ഒന്നാമതെ മേലായിരിക്കാണ്. ഒന്ന് പിടിച്ചതിന്റെ തീർന്നിട്ടില്ല. ഇപ്പൊ പിള്ളേര് വന്നാലേ നടക്കുള്ളൂ എനിക്ക് തോന്നുന്നു. ഇത്ര കല്ലാടാ. കൈയുടെ ഒക്കെ ഊപ്പാട് വന്നിട്ടാ. മനുഷ്യന്റെ മൊത്തം പണി തീർത്ത് കളഞ്ഞു. കല്ലിട്ട് കട്ടളയും വെച്ച്. അവിടെ CC ക്യാമറ ഉണ്ടല്ലേ? CC ക്യാമറ? ആ, ഒരു 90 വയസ്സായ അമ്മ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് ആര്യയുടെ അമ്മയാണ്. അല്ല, ഇതിനൊക്കെ വല്ല അടുപ്പി വെച്ച് കത്തിക്കാൻ പാടില്ല. എന്താണ്? അല്ല, അത്തക്കാനും കൊണ്ട് ഇരുത്താൻ പാടില്ല. തട്ടിയാ മുട്ടിയാവില്ല. 24 മണിക്കൂർ തന്നെ കണ്ണും തുറന്നിരിക്കും. നല്ല കാര്യം. ഇപ്പൊ ആരെയിലൊക്കെ വന്ന് തട്ടി വീഴുപ്പ. ഏത്? ഈ ചാക്ക് തട്ടിട്ടേ ആരെങ്കിലും തട്ടി വീണത് അവിടെ കിടക്കട്ടെ, അയാൾ എടുത്തോളൂല്ല. അങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ
ഒന്ന് എടുത്തിട്ട് ആ കലവറെ കൊണ്ടുവച്ചാ വലിയ ഉപകാരമായി. ഞങ്ങളാ ആ നിങ്ങളൊന്ന് കൊണ്ടിട്ട്. അല്ല ഞങ്ങള് ശരിക്കും ചെറുക്കന്റെ കൂട്ടുകാരാണല്ലോ. കൂട്ടുകാരാണ്, അതുകൊണ്ടാണ് മക്കളെ ഞാനിത് പറയുന്നത്. വേറെ ഒന്നുമല്ല, സഹായിക്കാൻ ആളില്ല, അതുകൊണ്ടാണ്. ഒന്ന് കൊണ്ടിട്ട് ഞങ്ങൾ കൊണ്ടിടാം. ശരി. അച്ഛൻ പോക്കോ. അച്ഛൻ മേനെ കിടന്ന് ഉറങ്ങിക്കോ കേട്ടാ. ഓ ഒറ്റ അടിന്റെ കറന്നയാണെന്നേ എടാ മര്യാദക്ക് നീ അറിയാമോ എനിക്ക്? എടാ 50 പവന്റെ സ്വർണ്ണാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സവാള ചാക്കോട്ട് നമ്മൾ അവിടെ ഇട്ട് പച്ചക്കറി കൊണ്ട് അവിടെ ഇട്ടതിന് ശേഷം അതുവഴി നൂട്ടിൽ അടുക്കള വഴി നമ്മൾ അകത്ത് കയറി സ്വർണ്ണം അടിച്ചിട്ട് നമുക്ക് പോകാം. നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമുക്ക് പൈസ കിട്ടും. ഇവര് സംശയമില്ല. കുഴപ്പമില്ല. അളിമ്പാ ഒരു കാര്യം ചെയ്യ്. പിടി വാ പിടിച്ചേ. അതുകൊണ്ട് ഇതൊന്നും പറയും കുഴപ്പമൊന്നുമില്ല. നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ അല്ല നീ എടുത്തോ. ഇതെങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നത്? വെയിറ്റും പിടിച്ചെനിക്ക് മുമ്പിടാനൊക്കെ അല്ല. ഇതുപോലെ ഇത് പിടിച്ചില്ല. ഇറക്കി പിന്നെ ഇതന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇറക്കണം. ഇത് പിടിച്ചേ. ഇത് പിടിച്ചേ. പിടി പിടി. ഇത് നോക്കിതാ. അല്ല അതെങ്ങനെ ശരിയാണ്? പിന്നെ ഞാനിത് വെച്ചാൽ എനിക്ക് കൈവിട്ട സാധനം താല്പര്യം. പിന്നെ ഒറ്റക്ക് ഞാനെടുത്ത് എങ്ങനെ തലേ വെക്കണത്? ഇത് കൊള്ളാലോ. ഇത് കൊണ്ടിട്ടില്ലേ? അല്ല ഇത് ഒരാള് പൊക്കിത്തരാനായിട്ട് ആളില്ലാതെ അച്ഛനൊന്ന് വിളിച്ചാ പോരാ, അച്ഛൻ വരില്ലായിരുന്നാ? അല്ല അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. അച്ഛൻ ഉറങ്ങിക്കോട്ടെന്ന് കരുതി. അച്ഛൻ ഉറങ്ങിക്കോട്ടെ. പിടിച്ച അച്ഛനെടുക്കുവാ. പിടി 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 പിടി. വെക്കി വെക്കി വെക്കി. എന്റെ വലല്ല, പിന്നെ നിന്റെ വല ഇത് എവിടെ കൊണ്ടിടണ്ട? അവിടെ കൊണ്ടുവരും. എന്നിട്ട് അച്ഛൻ ഉറങ്ങിക്കോട്ടാ. ഉറങ്ങിക്കോ. ഞങ്ങളുണ്ട് ഇവിടെ. അതല്ലേ ഉറങ്ങുന്നാലേ ഈ തലയുടെ ബാലൻസ് പോയാലോ. അയ്യോ എന്റെ പടൽ. അതെ ഓ ഈ പായസം വെക്കാനായിട്ടുള്ള ഉരുളി എവിടെ? ഉരുളി ഇവിടെ ഉരുളി അവിടെ കമഴ്ത്തിട്ടുണ്ടല്ലോ ഞാൻ. എവിടെ? എന്താ ഉരുളിയല്ല അവിടെ ഇരിക്കുന്നത്? ആ ഉരുളി മുരളി കയറി കിടന്ന് ഉറങ്ങിയാണ്. ആ അതെന്റെ അനിയന്റെ മോനാണ്. മക്കളിലാണ്ടല്ലോ ഉരുളി കമഴ്ത്തിണ്ടായതാണ് അവൻ. അതാണ് ഉരുളി കയറി കിടക്കുന്നത്. ഒന്ന് അവനെ വിളിച്ചെണീപ്പിക്കുന്നിട്ട് പായസത്തിനുള്ള കാര്യങ്ങൾ നോക്ക്. ഈ പായസത്തിന് സഹായിക്കാനായിട്ട് ഒരാള് വേണ്ട എനിക്ക്. ഇനിയിപ്പോ പായസത്തിന് സഹായിക്കാൻ ആൾ വേണം. എനിക്ക് ഒരാളെ കിട്ടണം, അല്ലാണ്ട് ഇത് ഞാൻ ഒറ്റക്കിടന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ ചന്ദ്രികന്തി ചന്ദ്രിക എന്റെ അമ്മോ, ചന്ദ്രികയുടെ സഹായം എനിക്കറിയാം. അവളെ വേണ്ട എനിക്ക്. എന്തോ കൊണ്ടിട്ടാ അത് കൊണ്ടിട്ടാ. ഇതൊന്ന് പായസത്തിന് സഹായിക്കാൻ ഒരാളെ എനിക്ക് കിട്ടണം. മോനെ ഒന്ന് ചെന്നടാ. എന്തിന്? ഒരു പായസത്തിലൊന്ന് അല്ല ഞാൻ വേറൊരു കാര്യമുണ്ട്. അതാണ് എവനളക്കും നന്നായിട്ട് ഇളക്കും. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. ഞാൻ ഇളക്കാതെ വേറൊരു കാര്യമുണ്ട്. ഞാൻ പായസത്തിന് ഇളക്കാൻ പോണ സമയത്ത് നീ അകത്ത് കയറി മോഷിച്ചോണം. ഓക്കെ കേട്ടാ. ഓക്കെ അല്ലെ നമ്മൾ അകത്താരും കയറ്റി പാണി തന്നിട്ട് ഞാൻ ഏറ്റാ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. വരാം. അതെ അവൻ വെറുതെ നിൽക്കാണല്ലോ. അപ്പൊ വേണേ കൂടെ അവനും കൂടെ വന്നോട്ടെ. അവൻ ഒരാളുടെ ആവശ്യമില്ല, ഒരാളുടെ ആവശ്യം. പുള്ളിക്കാരൻ ഇവിടെ നിന്നോട്ടെ. ആയിക്കോട്ടെ. പുള്ളിക്കാരൻ ഇത് പിടിച്ചത് ഇതുകൊണ്ടാണ് ഇളക്കം. അല്ലല്ല, അത് വേറെ സാധനം. ഇടത് ആ സമയത്ത് ഈ ഇല ഒന്ന് തുടച്ചൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചേ. എനിക്ക് ഇല ഉറക്കാൻ അറിയാൻ പാടില്ല. അയ്യോ അത് നിസ്സാര കാര്യമല്ല. കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ മേല് പോലും തുടക്കത്തില്ല. പിന്നെ ഞാൻ ഇല ഉറക്കാൻ അങ്ങനെയല്ല നീയാ വെറുതെ ഇങ്ങനെ ഇല എടുത്തിട്ട് വെറുതെ ഇങ്ങനെ തുടച്ച് വെച്ചാൽ മതി. ഇല ഉടച്ചു വെച്ചോ. ഇല ഉടച്ചു വെച്ചോ. ചേട്ടാ ഇല തുടച്ചിട്ട് പുറകിലേക്ക് പറഞ്ഞ കുറച്ച് പാത്രം കഴുകാണ്ട്. പാത്രം കൂട്ടുകാരാണെങ്കിൽ അല്ലേ എന്താ എനിക്ക് എല്ലാം ചെയ്യണം. ഇങ്ങനെ മതിയാ? അച്ഛനെ ഉറക്കം വരുന്ന പോയി കിടന്ന് ഉറങ്ങിക്കോ. അച്ഛൻ ഞാൻ നടുന്ന് വൃത്തിട്ട പോയിട്ട് നടുവാ കാല മേനി എന്ത് വേണം നിർത്തി നോക്കും. അത് കഴിഞ്ഞിട്ട് മക്കളെ ഉറങ്ങിക്കോട്ടെ. ഞങ്ങളിവിടെ ഉണ്ടല്ലോ അച്ഛാ, കുഴപ്പമില്ലല്ലോ കേട്ടാ. എടാ പായസം അടപ്പി വെച്ച് വെളുക്കോളൊക്കെ ഉണ്ട്. 2 തരം പായസം ഉണ്ട്. അവിടുന്ന് ഊരിപ്പോരാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞ് പാത്രം കഴുകണമെന്ന് പറഞ്ഞാ പാത്രം കഴുകി ഞാനിങ്ങോട്ട് വന്ന് പാത്രം കഴുകാൻ. ആരും ചോദിക്കട്ടെ, നമ്മൾ സത്യത്തിൽ ഇവർക്ക് പണി കൊടുക്കാൻ വന്നതാണ് അതാ നമുക്ക് പണിയാ ഇവര് വിളിച്ചു വരുത്തിയാണ്? ഇവർക്ക് പണി കൊടുക്കാൻ വന്ന, പക്ഷെ നമുക്കാണ് ഇപ്പൊ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിനക്കൊരു കാര്യം അറിയാവാ? തലയെ വെയിറ്റ് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തലയെ തൊപ്പി പോലും വെക്കാത്ത ഞാനാണ് ഈ കിണ്ടറിയാക്കി ഞാൻ അവിടെ കൊണ്ടിട്ട് അറിയാ. ഇവിടെ നിന്ന വെളുക്കോളം പണികള് പണി നടക്കുമെന്ന് എനിക്ക് തോന്നല്ല. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഈ പദ്ധതി വിടാം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോക്കറ്റ് അടിച്ചൊരു 10,000 രൂപ കയ്യിരിപ്പുണ്ടല്ലോ. അത് വായിച്ച് നമുക്ക് എങ്ങനെയാലും ഒരാഴ്ച സുഖമായിട്ട് ജീവിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും കട്ടിച്ച ആരെങ്കിലും കൊന്നാൽ നമുക്ക് രക്ഷപ്പെട്ടെടുക്കാം. പിന്നെ ഒന്ന് എടുക്കാം. സംഭവം വിട്ടൊരു ഇത് നമ്മൾ ചത്തുപോയി. പിള്ളേരെ നിങ്ങൾ ഇവിടെ പാത്രം കഴിയായിരുന്നു. പാത്രം കഴുകാം. അപ്പൊ പായസം അടപ്പിലിട്ട് അത് ഇളക്കാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇളക്കാം. കൂട്ടുകാരുടെ വീടല്ലേ. ഞാൻ നിങ്ങളോട് ഈ കാര്യമൊന്നും അല്ല പറയാൻ വന്നത്. പിന്നെ കൊച്ചു കിടക്കുന്ന മുറിയിലാണ് സ്വർണ്ണമൊക്കെ വെച്ചിരിക്കുന്നത്. ആ പിള്ളേരും കൂട്ടുകാരും എല്ലാരും കൂടെ അതിനകത്ത് കിടക്കണോണ്ട് അത് എടുത്ത് മാറ്റാനും പറ്റില്ല. ആ പേരക്കാണ് ഡോറും ഇല്ല. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അമ്മ പോയി കിടന്നുറങ്ങിക്കോ. സ്വർണ്ണം ഇരിക്കുന്നു കുഞ്ഞുങ്ങളെ. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം. അത് തന്നെ പറയാൻ വന്നത്. ഒരു ശ്രദ്ധ അങ്ങോട്ട് വേണേ. 4 അയ്യോ വലിയ ഉപകാരം. ഉറങ്ങിക്കളയല്ലേ? അങ്ങോട്ട് തന്നെ വരേണ്ട സ്വർണ്ണ നിങ്ങളുടെ നാട്ടിൽ ആദ്യമാണ് കൊച്ചുങ്ങൾ. അതുകൊണ്ടാണ് സ്വർണ്ണായതുകൊണ്ട്. അച്ഛനെ കിടത്തി ഉറക്കോട്ടാ. എന്താ കല്യാണത്തിന് മണ്ഡപത്തിൽ പോട്ടെ. പിന്നെ എന്നെ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾ വിളിച്ചോളാം. നോക്കിയേക്കാം. അറിയും. പോക്കോ. ദൈവം നമ്മുടെ കൂടെയാണ്. അല്ല ഈ ദൈവം ഈവന്റ് മാനേജ്മെന്റ് കാരനാണ്. അല്ല ഈ കല്യാണം വീട്ടിൽ കൊണ്ടൊന്നും ഇത്രയും പണി നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ. ഇത്രയും പണി ചെയ്തെങ്കിലും എന്താ നമ്മൾ പോണെന്ന് പറഞ്ഞപ്പോ അവര് വന്നണ്ട ദൈവദൂതുമായിട്ട്. സംഭവം ശരിയാ. സ്വർണ്ണിരിക്കണം മുറിവരെ പറഞ്ഞാ. ഇനിയിപ്പോ ഇവർ ഉറങ്ങി കഴിയുമ്പോൾ നമ്മൾ കയറി എടുത്താൽ മതി. അല്ല ഇവര് ഉറങ്ങണം. ഈ പടയൊന്നും ഉറങ്ങത്തിരുന്ന് ഉറക്കമില്ലെന്ന് ഒരുത്തൻ. അതിപ്പോ ഉറങ്ങും. നോക്കട്ടെ.
ആ തന്ത അവിടെ എന്തോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഇപ്പൊ കിടക്കും. ഈ ജോലി ചെയ്ത് എന്റെ പെട്ടെന്ന് കഴിച്ചിട്ട് പറയും തല ഇറങ്ങിയിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് എനിക്ക് കിടക്കണം. നീ കിടന്നോ? നീ വേണം 10 മിനിറ്റ് ഉറങ്ങിക്കോ. അത് പക്ഷെ നീ ഉറങ്ങിപ്പോരുത്. ഞാൻ ഉറങ്ങിയാലും ഈ സ്വർണ്ണം എടുക്കട്ടെ. നീ അവിടെ കിടന്ന് ഉറങ്ങിക്കോ സുഖമായിട്ട്. ഉറപ്പാണ്? ഉറപ്പാണ്. എന്നെ വിളിക്കണം. വിളിക്കാന്ന് 3-3:30 ആകുമ്പോൾ വിളിക്കണം. എടാ ഞാൻ വിളിക്കാം. അവരുറങ്ങി നോക്കട്ടെ ഞാൻ. അയ്യോ എന്താ അച്ഛൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ നീ ഉറങ്ങിക്കോ. ഞാൻ വിളിച്ചോളാം. ഞാൻ ഉറങ്ങല. ഉറപ്പാണ്? ഞാനിവിടെ ഇരിക്കാം. ഞാൻ ഇറങ്ങിക്കോളാം. ഞാൻ പായസം ഇളക്കുന്നത് കമ്പനി കൊടുത്തിട്ട് ഞാൻ നിന്നോളാം. ഇടക്ക് നിന്നെ ഒന്ന് വിളിക്കാം. ആ സക്കം നോക്കി നമുക്ക് അടിക്കാം. അവരെല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ കേട്ടാ. ഉറങ്ങിക്കോ. ഇതാ നേരം എടുത്തെന്ന്. എടാ നേരം എടുത്തെന്ന്. കുറച്ചുകൂടി കിടന്നുറങ്ങണം. എടാ ഉറങ്ങാനാടാ വന്നത്. നമ്മൾ തുറന്നു മുട്ടിക്കാൻ വന്നു. നീ എന്താ കിടന്നുറങ്ങിയ? നീ അല്ലേ പറഞ്ഞ ഞാൻ ചാല ഉറങ്ങിക്കോ, നീ പോകണമെന്നിരുന്നോളാന്ന് പറഞ്ഞിട്ട്. അപ്പം ഉറങ്ങിപ്പോ മോഷിച്ചില്ലേ? അവരെല്ലാം പോയവര് എവിടെ പോയി? അവരെല്ലാം കെട്ടിന് പോയി അമ്പലത്തിൽ. പിന്നെ കെട്ടും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് പോലീസിലേപ്പിക്കല്ലേ? ഉറപ്പേതാ എനിക്കറിയാൻ പാടില്ല. സംഭവം പൊളിയും പോലീസും പിടിക്കും. എന്നാ പിന്നെ നമുക്ക് മുങ്ങാം. ഇനി കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. നമ്മള് കഴിഞ്ഞ ആഴ്ച പിടിച്ച 10,000 രൂപ പേഴ്സിലുണ്ടല്ലോ. 10,000 രൂപ പേഴ്സിലുണ്ടല്ലോ. പേഴ്സ് കാണാനല്ല നിന്റെ അടുത്തട്ടാ? എന്റെ അടുത്ത് എന്റെ പേഴ്സല്ല. അതിനകത്ത് 10,000 ഒന്നും ഇല്ല. ഇല്ലേ? അപ്പം പേഴ്സ് കാണാം. ഒരു ലെറ്റർ എഴുതിയേക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പാചകക്കാരൻ വാസൂട്ടി. നിങ്ങളെ കണ്ടപ്പോ തന്നെ തരികടയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് തന്നെയല്ല, വെളുപ്പിനാണ് ആ നഗ്നസത്യം ഞാൻ അറിയുന്നത്. എന്റെ പാചകം മൊത്തം പാളിപ്പോയി. വീട്ടുകാരന് എനിക്കിനി കാശ് തരികയല്ല. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സിലിരുന്ന 10,000 രൂപയും പേഴ്സും ഞാൻ അടിച്ചു മാറ്റി. ചെറുക്കന് സർപ്രൈസ് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് എന്റെ വക ഒരു സർപ്രൈസ്. എന്റെ ദൈവമേ, അടിച്ചോണ്ട് പോയല്ലോടാ 10,000. ഇതാ പറയുന്നത്, പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന്. അയ്യോ.